തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ വന്നപാടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ സ്വീകരണം BJP പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖർ നൽകി. ഇതാ തിരുവനന്തപുരം നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ റോഡ് ഷോ. രാജീവ് ചന്ദ്രശേഖർ, വെൽക്കം ടു ട്രിവാൻഡ്രം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം BJPയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് മണ്ഡലം, A ക്ലാസ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ കിട്ടിയ അവസരത്തെ, ആ ചാൻസിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് വളരെ അഭിമാനമുണ്ട്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നെ ഇവിടെ ഒരു തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഒരു പ്രതിനിധി ആയിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നത് വളരെ എനിക്കൊരു അഭിമാനമുണ്ട്. കേരള നാടിൻ്റെ ഒരു തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് എനിക്ക് സേവനം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എനിക്ക് വളരെ ഒരു സന്തോഷമുള്ള ഒരു സാധനമാണ്. ഇതിപ്പോൾ ഇന്നത്തെ റിസപ്ഷൻ കാണുമ്പോൾ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു ഓപ്റ്റിമിസം, ഒരു എൻവയറമെന്റ് കാണുമ്പോൾ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ ഒരു ഈറ വേണം. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ 10 കൊല്ലമായിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും കാണുന്നുണ്ട്. എവിടെയായിരുന്നു നമ്മൾ 2014, നമ്മൾ എവിടെയാണ് 2024? അതേമാതിരി തിരുവനന്തപുരത്തും കേരളയിലും നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെ ഒരു വികസനം വേണം. എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന വികസനം വേണം. അതാണ് ഒരു ക്ലിയർ ഞങ്ങളുടെ മെസ്സേജ്. ഞങ്ങളുടെ ഈ അടുത്ത 45 ദിവസം വികസനത്തിനെ പറ്റിയായിരിക്കും ഞങ്ങളുടെ ഒരു ക്യാമ്പയിൻ. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ ഇവിടെ വന്നു. ഇനി അടുത്ത 45 ദിവസം ഞാൻ ഇവിടെ ക്യാമ്പയിനിങ് ചെയ്യും. എനിക്ക് ഒരു ബിലീഫുണ്ട്, തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്നെ അനുഗ്രഹിക്കും, മോദിജീനെ അനുഗ്രഹിക്കും. തിരുവനന്തപുരം ഈ പ്രാവശ്യം NDAന്റെ 400 സീറ്റിൽ ഒരു സീറ്റ് ആവും എന്ന് എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ട്. ഈ സ്വീകരണം കണ്ടിട്ട് തിരുവനന്തപുരത്ത് എത്രത്തോളം വിജയപ്രതീക്ഷയ്ക്കുണ്ട്? അല്ല, വിജയപ്രതീക്ഷയല്ല, അത് മാത്രമല്ല, ആ ലവും ആ റെസ്പെക്റ്റും നരേന്ദ്രമോദിജിക്ക് കൊടുക്കുന്ന ലവാണ് എനിക്ക് കിട്ടുന്നത്. ഇതെല്ലാം എനിക്കല്ല തരുന്നത്, ഇതെല്ലാം കാര്യകർത്താ ജനങ്ങള്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ അടുത്ത 10 കൊല്ലത്തിൽ ചെയ്ത പണി, അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ, അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് നമ്മുടെ കൺട്രീനെ, നമ്മുടെ ദേശത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ഒരു അൺറിലന്റിങ് എഫേർട്ട്, അതിന്റെ ഒരു സിമ്പിളാണ് ഈ ഇന്ന് കിട്ടുന്ന എഫെക്ഷനും ഇന്ന് കിട്ടുന്ന ലവും റെസ്പെക്റ്റും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതുകൊണ്ട് ഒരുതരം എനർജൈസ് ആയിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിനെ തിരുവനന്തപുരത്തിലെ ജനങ്ങളെ ലെറ്റ് ഡൗൺ ചെയ്യില്ല. ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്യും, പറയുന്ന കാര്യം ചെയ്യും, ചെയ്യുന്ന കാര്യം പറയും. എന്നിട്ട് ഞങ്ങൾ ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ പോകുന്നത്. ആ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൻ്റെ കൂടെ തിരുവനന്തപുരത്തിൻ്റെ വികസനം, നമ്മുടെ നാട് കേരളത്തിൻ്റെ വികസനം ഒന്ന് മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു വിഷയം, എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. കഴിഞ്ഞ 3 തവണ ഇവിടെ കോമ്പറ്റീറ്റ് ചെയ്ത് ജയിച്ച ശശി തരൂരിനെ മലർത്തി അടിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ജോലിയായി അങ്ങ് കണക്കാക്കുന്നുണ്ട്. ഈ ഇലക്ഷൻ ശശി തരൂരോ CPI CPM പറ്റിയല്ല. ഈ ഇലക്ഷൻ ഒരേ ഒരു ഇഷ്യൂ ആണ്, തിരുവനന്തപുരത്തിന്റെ വികസനം, കേരളത്തിന്റെ വികസനം. നമ്മുടെ നാട് ഇന്ത്യ 10 കൊല്ലമായിട്ട് ഈ ട്രാൻസ്ഫോർമേഷനും ഡെവലപ്മെന്റ് കാണിച്ച ഈ ഇന്ത്യയിൽ തിരുവനന്തപുരം, കേരളം കുറച്ചായിട്ട് പിന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരം, കേരളയും മുമ്പോട്ട് കൊണ്ടുപോകാൻ, അതാണ് ഈ ഇലക്ഷന്റെ മെയിൻ ഇഷ്യൂ. അത് ഏത് പാർട്ടി, ഏത് സെൻട്രൽ ലീഡർഷിപ്പാണ് അത് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് ഈ കേപ്പബിലിറ്റി ഉള്ളത്, അതാണ് മെയിൻ ഇഷ്യൂ ഈ ഇലക്ഷനിൽ. അതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം, എല്ലാ ജനങ്ങൾക്കും അറിയാം. നരേന്ദ്രമോദിജിയാണ് ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുവന്ന് ഒരു വികസിത് ഭാരത് ഉണ്ടാക്കുന്ന ഒരു നേതൃത്വം, വികസന നേതൃത്വം ചെയ്ത ഒരു ലീഡർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, അതാണ് നരേന്ദ്രമോദി. അതിന്റെ ബാക്കി പത്രം തിരുവനന്തപുരത്ത് ഉണ്ടാകും. തിരുവനന്തപുരം അങ്ങ് വിജയിച്ചാൽ IT നഗരമായി മാറും. എനിക്ക് 100% ഷുവറാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾക്കും, തിരുവനന്തപുരത്തെ യൂത്തിനും, തിരുവനന്തപുരത്തെ വിമനും, ഫാർമേഴ്സ് എല്ലാവർക്കും മറ്റ് ഇന്ത്യയിലുള്ള അതേമാതിരി വികസനം ഇവിടെയും കിട്ടണം. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടെയും വേണം, സ്കിൽസ് ഇവിടെയും വേണം, കോളേജസ് ഇവിടെയും വേണം, ഇൻവെസ്റ്റ്മെന്റും ഇവിടെ വേണം, ജോബ്സും ഇവിടെ കൊണ്ടുവരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ
ഈ ഇലക്ഷന്റെ ഏറ്റവും വലിയ ഒരു ഇഷ്യൂ. തിരുവനന്തപുരത്ത് ഐ ടി നഗരമാക്കി മാറ്റുമോ? IT നഗരം, മാനുഫാക്ചറിംഗ് ഹബ്, ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സങ്കല്പം, ഒരു മേഖല, അതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വരണം, IT വരണം, മാനുഫാക്ചറിംഗിൽ വരണം, സർവീസസിൽ വരണം, ടൂറിസമിൽ വരണം. തിരുവനന്തപുരം, അനന്തപുരി എന്ന് പറഞ്ഞ തിരുവനന്തപുരം വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നഗരമാണ്. ഞാൻ ഇന്ന് കമ്മിറ്റ് ചെയ്യുന്നു, ഈ ഇലക്ഷൻ കഴിഞ്ഞ് എന്നെ MP ആക്കി ഗവൺമെന്റിൽ മിനിസ്റ്ററാക്കി ഇവിടുത്തെ ജനങ്ങളെ എന്നെ അയച്ചാൽ തിരുവനന്തപുരം സൗത്ത് ഇന്ത്യയിലെ ഒരു ലീഡിംഗ് ടെക്നോളജി ആൻഡ് മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് മാറും എന്ന് ഒരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. തിരുവനന്തപുരത്ത് മൈനോറിറ്റീസിന്റെ ഒരു പിന്തുണ അങ്ങേക്കുണ്ടാകും തോന്നുന്നു. നോക്കൂ, മോദിജിന്റെ ഐഡിയോളജി 10 കൊല്ലമായിട്ട് എല്ലാവർക്കും ഒരേ സമാനം, ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റും വികസനം നടത്തിയിട്ടുണ്ട്. താങ്കൾ കണ്ടിട്ടുണ്ട്, മോദിജിന് ഏറ്റവും വലിയ സിവിലിയൻ ഓണേഴ്സും അവാർഡ്സും 5 മിഡിൽ ഈസ്റ്റിന്റെ കൺട്രീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂമറും ഇതൊരു ഇമേജും ഡെലിബറേറ്റ് ആയിട്ട് കോൺഗ്രസും അവരുടെ പാർട്ട്ണർ പാർട്ടി CPM ഉണ്ടാക്കി വെച്ച് ആൾക്കാരെ പേടിപ്പിക്കാൻ ചെയ്യുന്നതാണ്. ഫാക്റ്റും റിയാലിറ്റിയും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞങ്ങളുടെ ലീഡറും ഞങ്ങളുടെ നേതാവ്, വികസനത്തിൻ്റെ നേതാവ്, ലോകാരാധനായ ഈ നരേന്ദ്രമോദിജീൻ്റെ ഒരേ ഒരു ഫിലോസഫിയേ ഉള്ളൂ. ഹിന്ദിയിൽ പറയും സബ്കാ സാത്ത് സബ്കാ വികാസ്. എല്ലാവരുടെ കൂടെ എല്ലാവരും മുന്നോട്ട് കൊണ്ടുവന്ന് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരേ ഐഡിയോളജി, മെയിൻ ഐഡിയോളജി. വളരെ സന്തോഷം, എല്ലാവിധ വിജയപ്രതീക്ഷയും. അത്തരത്തിൽ തിരുവനന്തപുരത്തെ IT നഗരമാക്കി മാറ്റും, IT മാനുഫാക്ചറിംഗ് ഹബ്ബാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. വലിയ വിജയപ്രതീക്ഷയിലാണ് അദ്ദേഹം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം അലക്സ്, റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.